നമസ്കാരം. ഈ കാണുന്നത് ഗുരുപുര നദിയാണ്. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ ചെന്ന് പതിക്കുന്ന ഈ നദി കർണാടകയിലുള്ള ഒരു നദിയാണ്. ഈ നദിക്ക് ഫൽഗുനി നദി, കുളൂർ നദി എന്നൊക്കെ പേരുകളുണ്ട്. ഈ നദിയുടെ തീരത്തായിട്ട് ടിപ്പു സുൽത്താൻ നിർമ്മിച്ച ഒരു വാച്ച് ടവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഈ ടിപ്പു സുൽത്താൻ നിർമ്മിച്ച വാച്ച് ടവർ ഈ സ്ഥലത്തുള്ളത് കൊണ്ട് തന്നെ ഈ സ്ഥലത്തിൻ്റെ പേര് സുൽത്താൻ ബത്തേരി എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ആദ്യകാലത്ത് ഈ സ്ഥലത്തിൻ്റെ പേര് കുളൂർ എന്നായിരുന്നു. അതുകൊണ്ടാണ് ഇവിടുത്തെ നദിക്ക് കുളൂർ നദി എന്ന പേര് വന്നത്. ഈ വാച്ച് ടവറിൻ്റെ മുകളിൽ കയറി നിന്ന് നമ്മൾ ദൂരേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറബിക്കടൽ കാണാൻ സാധിക്കും. അറബിക്കടൽ വഴി ശത്രുക്കൾ ഇവിടേക്ക് ആക്രമണത്തിന് വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ടിപ്പു സുൽത്താൻ ഇവിടെ ഇങ്ങനെ ഒരു വാച്ച് ടവർ സ്ഥാപിച്ചത്. അപ്പോൾ ഈ വാച്ച് ടവറിൻ്റെ മുകളിലായിട്ട് പീരങ്കി വയ്ക്കാനുള്ള സംവിധാനമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പീരങ്കിയിൽ ഉപയോഗിക്കാനുള്ള വെടിക്കോപ്പുകളും മറ്റ് സാധനങ്ങളും സൂക്ഷിക്കുന്നതിനായിട്ട് ഈ വാച്ച് ടവറിൻ്റെ താഴെയായിട്ട് ഒരു ഭൂഗർഭ അറ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെയായിരുന്നു ഈ വെടിക്കോപ്പുകളും സാധനങ്ങളും സൂക്ഷിച്ചു വച്ചിരുന്നത്. ആദ്യകാലത്തൊക്കെ അത് തുറന്ന് വിനോദസഞ്ചാരികളെ കാണിക്കുമായിരുന്നു. ഇപ്പോൾ അത് ആരെയും കാണിക്കില്ല. ഇപ്പോൾ അവിടെ പൂട്ടിയിട്ടേക്കാണ്. ഈ സ്ഥലത്ത് ഈ വാച്ച് ടവർ മാത്രമല്ല, ഇതിനോട് ചേർന്നൊരു ബോട്ട് ജെട്ടി ഉണ്ട്. അവിടുന്ന് ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ടൂറിസ്റ്റുകൾ കൂടാൻ പ്രധാന കാരണം ഈ വാച്ച് ടവർ ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രമല്ല, ഈ ഒരുപാട് ആൾക്കാർ ഈ ബോട്ടിങ്ങിനായിട്ട് ഇവിടേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു സ്ഥലമാണിത്. ചെറിയ കുട്ടികൾക്കൊന്നും ഈ ചരിത്ര സ്മാരകങ്ങൾ കാണാൻ ഒരുപാട് താല്പര്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർ ഇവിടെ വരും. പക്ഷേ അവരാരും ഈ വാച്ച് ടവറിലേക്ക് കയറില്ല, നേരെ ബോട്ട് ജെട്ടിയിലേക്കാണ് പോണത്. അത് കാരണം നമുക്ക് ഇവിടെ ഒരു തിരക്കില്ലാതെ സുഖമായിട്ട് ഇതിന് താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന് കണ്ടിട്ട് പോവാം. ഈ ബോട്ട് ജെട്ടിയിലേക്ക് പോകാനായിട്ട് ഈ വാച്ച് ടവറിനോട് ചേർന്നിട്ടായിട്ട് നല്ലൊരു ഗാർഡൻ ഉണ്ട്. അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ പരിപാലിച്ച് പോകുന്നൊരു ഗാർഡൻ ഉണ്ട്. അപ്പോൾ ഈ മത്സ്യബന്ധനമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള മീൻ്റെയും അതുപോലത്തെ ആളുകൾ മീനെയൊക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു സ്റ്റാച്ചു ഒക്കെ ഇവിടെ ഉണ്ട്. നല്ല ഭംഗിയുള്ള സ്റ്റാച്ചു ആണ് അതൊക്കെ നമുക്ക് കുറച്ച് നേരം കണ്ടു നിൽക്കാം. കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് അവിടെ. അതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഗാർഡൻ്റെ ഉള്ളിലൂടെ ചെല്ലുമ്പോഴാണ് ഈ ബോട്ടിങ്ങിനുള്ള സ്ഥലവും അവിടെ അതിനോട് ചേർന്ന് തന്നെ കൗണ്ടറൊക്കെ ഉള്ളത്. അപ്പോൾ ടിക്കറ്റ് ചാർജ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാൾക്ക് 20 രൂപയാണ് ടിക്കറ്റ് ചാർജ്. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് തന്നെ അവിടേക്കും തിരിച്ചും വരാനുള്ള ടിക്കറ്റ് എടുത്തിട്ട് പോകാം. അപ്പോൾ 40 രൂപയുടെ ഒരു ടിക്കറ്റ് എടുത്താൽ നമുക്ക് അങ്ങോട്ടും പോവാം, തിരിച്ച് ഇങ്ങോട്ടും വരാം. ഈ ബോട്ടിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ബോട്ടിങ്ങിൽ നമുക്ക് വെറും ബോട്ടിംഗ് അല്ല, അത് അപ്പുറത്ത് ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ മംഗലാപുരത്തുള്ള നല്ല ബീച്ചുകളിൽ ഒരു ബീച്ചുള്ളത് അപ്പുറത്ത് സൈഡിലാണ്. ഈ ബോട്ട് ചെന്ന് ഇറങ്ങുന്ന ആ ഭാഗത്തായിട്ടാണ്. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് ആ ബീച്ചിലും പോയിട്ട് വരാൻ വേണമെങ്കിൽ, അതല്ലാന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് ചെന്നിറങ്ങി കുറച്ച് നേരം ആ ബോട്ട് ജെട്ടിയിൽ വെയിറ്റ് ചെയ്താൽ നമുക്ക് അടുത്ത ബോട്ടിന് തിരിച്ചു വരാൻ സാധിക്കും. ഈ ബോട്ട് ജെട്ടിയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്, അത്യാവശ്യം നല്ല ആളുണ്ട് ഇവിടെ. പിന്നെ ഇവിടുത്തെ ബോട്ടുകൾ, നമ്മുടെ നാട്ടിലെ ബോട്ടുകൾ, ഇപ്പം ഞാൻ എറണാകുളത്ത് നിന്ന് ഫോർട്ട് കൊച്ചിക്കാണ് ഈ ബോട്ടിങ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി പോയത്. അവിടുത്തെ ബോട്ടുകളൊക്കെ ഭയങ്കര നല്ല ബോട്ടുകളല്ലേ, നല്ല വൃത്തിയും അവിടെ നല്ല സേഫ്റ്റി മെഷേഴ്സൊക്കെ പാലിച്ചുകൊണ്ടല്ലേ നമ്മുടെ ബോട്ടുകളൊക്കെ അവിടെ പോണത്. പക്ഷേ ഈ ബോട്ടിൽ ഒന്നുമില്ല, സേഫ്റ്റി മെഷേഴ്സ് എന്നൊന്നും പറയാൻ ഒന്നുമില്ല. ആകെ പൊട്ടിപ്പൊളിഞ്ഞ് ആകെ ചീത്തയായിട്ടുള്ള പോലത്തെ ഒരു ബോട്ടാണ് ഞങ്ങളീ പോണ ബോട്ട്. വേറെ ബോട്ടുകൾ പോണത് കണ്ടതും ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ് കണ്ടിട്ട് തോന്നിയത്. സേഫ്റ്റിക്ക് എന്ന് പറയാൻ സൈഡിലൊരു 2-3 ജാക്കറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതല്ലാതെ പ്രത്യേകിച്ച് ഇതിലൊരു സേഫ്റ്റി മെഷേഴ്സ് ഒന്നും ഈ ബോട്ടിൽ കണ്ടില്ല. ആ കാണുന്നത് ഈ നദിക്ക് കുറുകെയായിട്ട് ഒരു പാലം പണിതുകൊണ്ടിരിക്കുകയാണ്. അതാണ് ആ കാണുന്നത്. ഇവിടെ ഇപ്പോൾ ബോട്ടിങ്ങിന് ഇപ്പോൾ നമ്മൾ ആ കരയിൽ നിന്ന് ഈ കരയിലേക്ക് ബോട്ടിന് വരാനായിട്ട് മാക്സിമം ഒരു 4 മിനിറ്റേ വേണ്ടി വരുള്ളൂ. ഒരുപാട് സമയമൊന്നും വേണ്ട. പിന്നെ ബോട്ടിൽ നല്ല പാട്ടൊക്കെ ഇട്ട് നല്ല രസമായിട്ട് നമുക്കിങ്ങനെ പോവാം. അത് അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു രസം. അല്ലാണ്ട് ബോട്ടിൻ്റെ ഒരു ഭംഗിയും ബോട്ടിൻ്റെ സീറ്റും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അത്ര നല്ലതൊന്നുമല്ല. അങ്ങനെ ഒരു 3-3.5 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ഇപ്പുറത്തെ കരയിലെത്തി. അപ്പോൾ ഒരു 1 ഡേ ട്രിപ്പിന് പറ്റിയ ഒരു നല്ല സ്ഥലമാണ് ഈ സുൽത്താൻ ബത്തേരിയും. കൂടെ ഈ തണ്ണീർഭവി ബീച്ചും കൂടെ വരികയാണെങ്കിൽ ഒരു ദിവസം ഒരു ഫുൾ ഡേ നല്ലൊരു ട്രിപ്പായിരിക്കും.